Hi all, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തെർമോകോൾ ബോൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വലിയൊരു തെർമോകോൾ ബോൾ എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ തെർമോകോൾ ബോൾസും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു സ്റ്റിക്കാണ്. അപ്പോൾ ആ സ്റ്റിക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈർക്കിളിയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒരു ചുള്ളിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി കേട്ടോ. പിന്നെ അതിന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടേപ്പ് വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്രീപ്പ് പേപ്പറാണ്. അപ്പോൾ ആ സ്റ്റിക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഉജാല വെച്ചിട്ട് ഒരു വെറൈറ്റി ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഞാൻ ആ സ്റ്റിക്കിൽ ക്രീപ്പ് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിക്ക് നമുക്ക് ആ തെർമോകോൾ ബോളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഒരു ഇത്തിരി ഗ്ലൂ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തെർമോകോൾ ബോളിൽ മുഴുവനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഇതാ തെർമോകോൾ ബോളിൽ ഞാൻ മുഴുവനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഗ്ലൂ അപ്ലൈ ചെയ്ത ബോൾ ഈ ചെറിയ തെർമോകോൾ ബോളിൽ ഇങ്ങനെ ഇട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ഒട്ടാത്തതുണ്ടെങ്കിൽ ഓരോ ബോൾസായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഞാനിതിനൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. അപ്പോൾ ആ ബോളിന് മുഴുവനായിട്ട് ബ്ലൂ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബോൾസ് നന്നായിട്ട് തന്നെ സ്റ്റിക്കായതിന് ശേഷം പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആ ചെറിയ ബോൾസിൻ്റെ കളർ ഒരു ലൈറ്റ് ഗ്രീൻ ആയതുകൊണ്ട് കളർ എനിക്കത്ര ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് കേട്ടോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കട്ടോ. കളർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ആ ലൈറ്റ് കളർ ആവുകൊണ്ട് തന്നെ ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ഇനി ലീഫൊക്കെ വരുമ്പോൾ എല്ലാം ഒരു കളറായി പോവും. ഇപ്പോൾ ഇതാ ഞാൻ ആ ബോൾ കളർ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ലീവ്സും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളർ പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിനെ നമുക്ക് ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കത് ആ സ്റ്റിക്കിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ സെയിം കളറിൽ ഞാൻ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ് കേട്ടോ ഇത്. ചെറിയ മക്കൾക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരാം. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. താങ്ക് യു.